സുഗന്ധ നെല്ലിനങ്ങളെ സ്നേഹിക്കുന്ന അയ്യർ മാഷ്. ഇത് വയലേലകളുടെ നാടായ വയനാട്ടിലെ മാനന്തവാടിക്കടുത്തുള്ള തോണിച്ചാൽ ഗ്രാമത്തിൽ ശിവാലയത്തിൽ ശ്രീ പരമേശ്വരയ്യർ 1926 ജനിച്ചു. കുട്ടിക്കാലം മുതലേ കൃഷിയോട് നല്ല സ്നേഹവും താല്പര്യവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പഠനവും കൃഷിയും ഒരുമിച്ച് കൊണ്ടുപോയ അയ്യർക്ക് 1951 അധ്യാപകനായി ജോലിയും ലഭിച്ചു. ജോലിക്കൊപ്പം കൃഷിയും കൂടപ്പിറപ്പാക്കിയ അയ്യർ മാഷ് ഒരു സമ്മിശ്രവിള കർഷകനാണ്. കൃഷിയിൽ ഏറ്റവും പ്രിയം ഇദ്ദേഹത്തിന് നെൽകൃഷിയാണ്. നെൽകൃഷിയിലോ സുഗന്ധ നെൽകൃഷിയോട്. കുട്ടിക്കാലം മുതൽ സുഗന്ധ നെൽകൃഷി കണ്ടുവളർന്ന അയ്യർ മാഷ് നെൽകൃഷിയുടെ പഴയ കാലം ഓർക്കുകയാണ്. പൂർവികമായി ഞങ്ങൾ സിദ്ധിച്ച 20 ഏക്കർ നിലത്തിൽ മുഴുവൻ തന്നെ ആ 20 ഏക്കറും ഞങ്ങൾ കുടുംബമായിട്ട് കൃഷി ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട വിത്ത് അന്ന് വെളിയൻ, സോമശാല, കന്തശാല ഇവയായിരുന്നു. ഇന്ന് ആ സ്ഥാനം ആചരണ പിടിച്ചിരിക്കുകയാണ്. 20 ഏക്കറോളം സുഗന്ധ നെല്ലിനങ്ങൾ കൃഷി ചെയ്തു വന്നിരുന്ന അയ്യർ മാഷിനെ നെൽകൃഷി അന്ന് ലാഭമായിരുന്നു. എന്നാൽ കാലങ്ങൾ മാറി വന്നു. നെൽകൃഷിയിലും യന്ത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. ഫലമോ? പണ്ടുകാലങ്ങളിൽ ഒഴിവുമാടുകൾ ധാരാളമായിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഏതാണ്ട് ഒരു 5 ഒഴിവുമാടുകളെ വെച്ചിരുന്നു. ഇന്ന് ആ മാടുകളില്ല, അത് നോക്കാനുള്ള പണിക്കാരില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ അത് ഉഴുവാനുള്ള ആൾക്കാർ അറിയുമില്ല. ഇന്ന് ആ സ്ഥാനത്താണ് ഇന്ന് ഈ യന്ത്രവൽക്കരണം ഉപയോഗിക്കുന്നത്. അത് കിട്ടാനുമില്ല. അപ്പോൾ പിന്നോക്കം പോവുകയാണ്. കൃഷിക്കാരെല്ലാവരും പിന്നോക്കം പോവുകയാണ്. ഇത് വേണ്ടപ്പെട്ട പ്രോത്സാഹനം ഗവൺമെൻറ് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രാവർത്തികമായിട്ട് നോക്കുമ്പോൾ ഇതൊന്നും കാണുന്നുമില്ല. കാർഷിക മേഖല മൊത്തമായി ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തൊഴിലാളി ക്ഷാമം. അത് നെൽകൃഷിയെയും ബാധിച്ചു. നെൽകർഷകർ നെൽകൃഷിയിൽ നിന്നും പിന്നോട്ടു പോകാനുള്ള ഒരു കാരണവും ഇതുതന്നെയാണ്. ഞാറ്റുവേല നോക്കി മാത്രമേ അയ്യർ മാഷ് നെൽകൃഷി ചെയ്യാറുള്ളൂ. മിഥുന മാസത്തിലെ തിരുവാതിര ഞാറ്റുവേലയ്ക്കാണ് വിത്ത് വിതയ്ക്കാറ്. ഞാറ്റുവേല നോക്കി കൃഷിയിറക്കുന്ന അയ്യർ മാഷിനെ കൃഷി ചതിച്ചിട്ടുമില്ല. അതായിരിക്കാം അയ്യർ മാഷിന്റെ സുഗന്ധ നെൽകൃഷിയുടെ വിജയവും. 6 മാസം മൂപ്പുള്ള ഗന്ധകശാല നെൽകൃഷിയെക്കുറിച്ച് അയ്യർ മാഷ് ഇങ്ങനെ പറയുന്നു. ഗന്ധകശാല കൃഷിക്ക് വിത്ത് സാധാരണയായിട്ട് 40-45 ദിവസം മൂപ്പ് വേണം. അത് കഴിഞ്ഞാൽ പിന്നെ 45-ാം ദിവസം ഇത് പറിച്ചു നടാം. പിന്നെ ഒരു 6 മാസം കൊണ്ടാണ് ഇത് കതിരാവുന്നത്, കൊയ്യാനാവുന്നത്. 6 മാസം പിടിക്കും. കൊയ്യുമ്പോൾ ഇത് വാരി കൊണ്ടുവരുമ്പോൾ വേഗം തൊഴിയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് പാടങ്ങളിൽ നിന്ന് നമ്മളെ കളത്തിലേക്ക് കൊണ്ടുവരാൻ. ഓർക്കുക, ജൈവവളങ്ങൾ മാത്രം നൽകി സുഗന്ധ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുക. രാസവളങ്ങൾ സുഗന്ധ നെൽകൃഷിയിൽ ഉപയോഗിച്ചാൽ ഗുണത്തിലും മണത്തിലും വിളവിലും കുറവ് വരും. ചാണകവും പച്ചില വളങ്ങളും മാത്രം നൽകിയാൽ മതി. 6 മാസം കൊണ്ട് ഗന്ധകശാല വിളവെടുക്കാം. നമ്മുടെ നെൽവയലുകളിൽ നിന്നും സുഗന്ധ നെൽകൃഷി അപ്രത്യക്ഷമാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം? കാലങ്ങളായി സുഗന്ധ നെൽകൃഷി ചെയ്തു വരുന്ന അയ്യർ മാഷ് മനസ്സ് തുറക്കുന്നു. ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ, അതായത് ഇപ്പം ഈ ഗന്ധകശാല, ഗിരിശാല കൃഷിയിൽ രാസവളത്തിൻ്റെ പ്രയോഗം സാധാരണഗതിയിൽ വേണ്ട. കൂടുതൽ രാസവളം ഉപയോഗിച്ചാൽ അത് വിഴുകയും ചെയ്യും. അത് വിഴിഞ്ഞ് അതിൻ്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. അപ്പോൾ രാസവളമില്ലാതെ നല്ല ജൈവവളം ഉപയോഗിച്ച് എത്രത്തോളം കൃഷി ചെയ്യാൻ സാധിക്കുമോ അത്രയും ഇത് ഗുണകരമായിരിക്കും. രാസവള പ്രയോഗം ഉപയോഗിച്ചാൽ ഇതിൻ്റെ മണം തന്നെ ഗുണം തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. എന്ന് മാത്രമല്ല പ്രതിരോധ ശക്തി കുറയുകയും ചെയ്യും. ഇന്നത്തെ ഗന്ധകശാല സുഗന്ധദ്രവ്യങ്ങൾ പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ച് വാസനയിൽ കുറച്ച് കുറവായിരിക്കും.
തൊഴിലാളി ക്ഷാമം, ഉയർന്ന കൂലിച്ചിലവ്, സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രോത്സാഹനക്കുറവ് എന്നുവേണ്ട അയ്യർ മാഷിന് പറയാൻ കാരണങ്ങൾ ഒരുപാട്. സുഗന്ധ നെൽകൃഷിയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇനിയുമുണ്ട്. അയ്യർ മാഷ് തുടരുന്നു. ഈ വെളിയനും സോമശാലയും ഉപേക്ഷിക്കാനൊരു പ്രധാന കാരണം ഇതിലെ മീന് കുറവാണ്. പക്ഷേ ഈ നെല്ല് നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിലും സൂക്ഷിച്ചാലും കേടുവരാതെ കണ്ട് അത് കേടുവരാതിരിക്കാനുള്ള ഒരു പ്രത്യേക ഗുണം തന്നെ നമ്മുടെ വയനാട് നെല്ലിന് ഉണ്ടായിരുന്നു. ഇന്നത് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇന്ന് കൃഷിപ്പണിയിൽ ഇന്നത്തെ തലമുറയിൽ ആർക്കും ആഗ്രഹമില്ല. ഇന്ന് എല്ലാവരും ഇതിനോട് വിട പറഞ്ഞു ഇരിക്കുകയാണ്. എന്നിരുന്നാലും 20 ഏക്കർ ഭൂമിയിൽ നിന്ന് 2 ഏക്കർ ഭൂമിയിലാണ് ഇന്ന് ഗന്ധകാല കൃഷി എടുക്കുന്നത്. ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതിനൊരു പ്രധാന കാരണം ഒന്ന് കൂലിക്കാരുടെ അഭാവം, 2 നമ്മുടെ പണിയായുധങ്ങളുടെ അഭാവം. കൃഷിഭവനും സമിതിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്രയോജനം അവരൊന്നും ഉണ്ടാകുന്നില്ല. ഇത് നമ്മുടെ കൃഷിപ്പണിയെ സാരമായി ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് 6 വയ്ക്കേണ്ട സമയമാണ് ഗന്ധചാർജാറ്. ഇതുവരെ എനിക്ക് ടില്ലർ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താണ് വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗന്ധചാര കൃഷി ഈ വയനാട്ടിൽ തന്നെ ഇല്ലയെന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ഞാൻ അതിനോട് പ്രതിപത്തി കാണിക്കുന്നു. ഇത് നെല്ല് ഒക്കിക്കഴിഞ്ഞാലും ഈ പ്രത്യേകമായ മില്ല് കൊണ്ട് മാത്രമേ ഈ നല്ലൊരു അരിയായിക്ക് മാറ്റുവാൻ സാധിക്കുള്ളൂ. അത് റബ്ബറൈസ്ഡ് മില്ല് വേണം. ഇന്ന് വയനാട്ടിലത് ഇല്ലയെന്ന് തന്നെ പറയാം. ഈ കാരണം കൊണ്ടാണ് എല്ലാം മിക്കവരും ഇതും ഉപേക്ഷിക്കാനുള്ള തയ്യാറായിരിക്കുന്നത്. ഗവൺമെൻറ് പ്രോത്സാഹനവും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല. മറ്റു നെല്ലിനങ്ങൾക്കൊപ്പം സുഗന്ധ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിട്ട് ഇനി കാര്യമില്ല. സുഗന്ധം പരത്തുന്ന സുഗന്ധ നെല്ലിനങ്ങളെ തേടി ദേശാടന പക്ഷികൾ പോലും വയലേലകളിലെത്തുന്നു. ഇതും മറ്റൊരു പ്രശ്നമായി അയ്യർ മാഷ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനും പരിഹാരം ഒന്നു മാത്രം: ഒരു പ്രദേശത്തെ കർഷകർ ഒന്നായി സുഗന്ധ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുക. സുഗന്ധ വ്യഞ്ജനങ്ങൾ പ്രത്യേകിച്ച് ഗന്ധശാല, ജൈവശാല കൃഷി ചെയ്യുമ്പോൾ പക്ഷികളുടെ ശല്യം കൂടുതലായിരിക്കും. കാരണം പക്ഷികൾക്ക് ഇത് കൂടുതലായിട്ട് രുചിയുള്ളത് കൊണ്ട് മറ്റുള്ള നെല്ലുകളെ അപേക്ഷിച്ച് കൂടുതൽ പക്ഷി ഉപദ്രവം ഈ നെല്ലിൽ കാണുവാൻ സാധാരണ കണ്ടുവരുന്നതായിരിക്കും. ഗന്ധശാല കൃഷിയാണ് കൃഷി എടുക്കുന്നതാണെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഗന്ധശാല കൃഷി തന്നെ ആയിരിക്കണം. അതിൽ മറ്റുള്ള കൃഷി ആവാൻ പാടില്ല. ഇനി നമുക്ക് 1 ഏക്കർ സുഗന്ധ നെൽകൃഷിക്ക് വരുന്ന ചിലവും ഒടുവിൽ ലഭിക്കുന്ന നെല്ലും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാം. ഇപ്പോൾ 1 ഏക്കർ കൃഷി ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 15,000 രൂപ വേണം. അന്നത്തെ കാലത്താണെങ്കിൽ ഒരു 5,000 രൂപ കൊണ്ട് നമുക്ക് കഴിക്കാം. 15,000 മുടക്കിയാൽ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ എല്ലാ അധ്വാനം കഴിച്ച് നമ്മുടെ കിട്ടിയ നെല്ല് നോക്കുമ്പോൾ കയ്യിൽ നിന്ന് നഷ്ടമായിരിക്കും. 1 ഏക്കർ സുഗന്ധ നെൽ കൃഷിക്ക് അയ്യരു മാഷിന് വരുന്ന ചിലവ് 15,000 രൂപ. ഒടുവിൽ ലഭിക്കുന്ന ഉൽപ്പന്നമോ 15,000 രൂപയ്ക്ക് താഴെയും. എങ്ങനെ കർഷകർ കൃഷി ചെയ്യും? 1 ക്വിന്റൽ ഗന്ധകശാല നെല്ലിന് പൊതുവിപണിയിൽ ഇന്നത്തെ വില 2,500 രൂപയാണ്. ഇങ്ങനെ പോകുന്നു സുഗന്ധ നെൽ കർഷകരുടെ പ്രശ്നങ്ങൾ. ഈ ഗന്ധകശാല കൃഷി എടുക്കുമ്പോൾ ഗവൺമെൻറ് ചില കൊല്ലങ്ങളിൽ പ്രോത്സാഹനം തരുന്നുണ്ട്. പക്ഷേ ഇത് മാർക്കറ്റ് പോയാൽ, നമുക്ക് വിൽക്കാൻ വേണ്ടി മാർക്കറ്റ് പോയാൽ ഇന്ന് മാർക്കറ്റിൽ അതിന് വിലയില്ല. നേരെ മറിച്ച് അരി നമ്മൾ പുറമെ നിന്ന് അരി വാങ്ങുന്നതാണെങ്കിൽ 60-70 1 കിലോ 60-70 കൊടുക്കണം. പക്ഷേ നമ്മൾ വിൽക്കുമ്പോൾ ഇതിന് 20 രൂപയോ 30 രൂപയോ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഗവൺമെൻറ് പ്രോത്സാഹനം കുറയുന്നതുകൊണ്ട് ഇത് വഴിയോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഭക്ഷിക്കാനുള്ളത് കർഷകരുടെ കൈകളിലാണെന്നുള്ള കാര്യം നാം മറക്കരുത്. സുഗന്ധ നെൽ കൃഷി പ്രോത്സാഹനത്തിനായി എന്തൊക്കെ കാര്യങ്ങളാണ് കർഷകർക്ക് ആവശ്യം? ഈ ഗന്ധശാല കൃഷിയും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ മാർക്കറ്റിൽ അതിനെ കോമ്പീറ്റ് ചെയ്യുന്ന മറ്റു അരികൾ മാർക്കറ്റിൽ ഇല്ലാതെ കൊണ്ടായിരിക്കണം. സർക്കാർ തന്നെ ഒരു നിശ്ചിത വില പ്രഖ്യാപിക്കുന്നതാണെങ്കിൽ അത് വളരെയധികം ഗുണകരമായിരിക്കും. അത് കർഷകനും ഏറ്റവും ഒരു ലാഭകരമായിരിക്കുകയും ചെയ്യും. നല്ല നല്ല പരിപാടികളുണ്ട്. കർഷകരെ പ്രോത്സാഹിപ്പിക്കണം. അതിൽ ഒന്നാമത് വേണ്ടത് കർഷകന് വേണ്ടുന്ന പ്രോത്സാഹനം നൽകുക.
പണം വഴി പ്രോത്സാഹനം നൽകാം. പിന്നെ അത് കഴിഞ്ഞാൽ ഈ മില്ല് വഴി ഇത് കുത്തണമെങ്കിൽ നല്ല റബ്ബറൈസ്ഡ് മില്ല് വേണം. ആ മില്ല് നമ്മുടെ വയനാട്ടിലില്ല. ആ ഒരു മില്ല് നല്ല കുത്തി അരിയാനുള്ള സൗകര്യം കൂടി ഗവൺമെൻറ് എടുക്കുന്നതാണെങ്കിൽ ഇത് കൂടുതൽ നന്നായിരിക്കുകയും ചെയ്യും. ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കർഷകരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ് കർഷകർ. ആ കർഷകരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ലോകം തന്നെ ശരിയായ രീതിയിൽ പോവുകയുള്ളൂ. ഇന്ന് ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ കർഷകൻ്റെ കയ്യിലാണ്. ആ കർഷകനെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. സുഗന്ധ നെല്ലിനങ്ങൾക്ക് ഒരു വില സ്ഥിരത ഉറപ്പുവരുത്തുക. സുഗന്ധ നെൽകൃഷിയുടെ പ്രോത്സാഹനത്തിനായി ഓരോ പ്രദേശത്തും ചെറിയ ചെറിയ കർഷക കൂട്ടായ്മകൾ സജീവമാക്കുക. അവർക്കാവശ്യമായ യന്ത്ര സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക. സുഗന്ധ നെല്ലിനങ്ങൾ കർഷകരുടെ കൈകളിൽ നിന്നും ഇടനിലക്കാരില്ലാതെ സർക്കാർ നേരിട്ട് സംഭരിക്കാനുള്ള സംവിധാനം ഉറപ്പുവരുത്തുക. അതായത് ഒരു മാർക്കറ്റിംഗ് സംവിധാനം. സുഗന്ധ നെൽകൃഷി ജൈവ കൃഷിയിലൂടെ മാത്രം കൃഷി ചെയ്ത് അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക. ഒപ്പം ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിനങ്ങൾക്ക് അധിക വിലയും നൽകുക. സുഗന്ധ നെല്ലുകൾ കൊത്തിയെടുക്കാൻ ആധുനിക യന്ത്ര സംവിധാനങ്ങൾ വയനാട്ടിലെ നെൽകർഷകർക്കായി ഒരുക്കുക. ഒപ്പം ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുക. നെൽകർഷകർക്കായി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അത് ഓരോ പ്രദേശത്തിനും അനുയോജ്യമാകുന്നതാണോ എന്നുകൂടി ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. കർഷകർക്ക് ഇനി പുത്തൻ പദ്ധതികളല്ല ആവശ്യം. ആവിഷ്കരിച്ച പദ്ധതികൾ കാലതാമസം കൂടാതെ നടപ്പാക്കുക എന്നതാണ്. കർഷകർക്കായി ആവിഷ്കരിക്കുന്ന പദ്ധതികൾ യഥാർത്ഥ കർഷകരിലേക്ക് എത്തുന്നുണ്ടോ എന്നുകൂടി ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. കർഷകരും ശാസ്ത്രലോകവും ഒത്തുചേർന്ന് ഞങ്ങൾ നിങ്ങൾ എന്നത് മാറി നമ്മളായി നമുക്കായി ഒന്നാവുക. പ്രിയപ്പെട്ടവരെ, കൃഷിയില്ലാത്ത കർഷകരില്ലാത്ത നാടിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? കഴിയില്ല എന്നതാണ് സത്യം. വയനാട് ജില്ലയിലെ മാനന്തവാടി തോണിച്ചാൽ ഗ്രാമത്തിലെ 86-കാരനും റിട്ടയർഡ് അധ്യാപകനും സുഗന്ധ നെൽകൃഷിയെ ഇന്നും സ്നേഹിച്ച് കൃഷി ചെയ്തു വരുന്ന അയ്യർമാഷ് എന്ന പരമേശ്വരയ്യരുടെ സുഗന്ധ നെൽകൃഷിയിലെ കയ്പും മധുരവും നിറഞ്ഞ അനുഭവങ്ങൾ വയനാട്ടിലെ ഓരോ നെൽകർഷകരുടെയും വേദനയായി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതിന് അവസരമൊരുക്കിയ കേരള കാർഷിക സർവകലാശാലയ്ക്ക് റേഡിയോ മാറ്റലിയുടെ നന്ദിയും